ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവരുടെ അൽ കലിമു ത്വയ്യിബ് ദർസ് 2 ഫദ്ലു തഹ്മീദി വത്തഹ്ലീലി വത്തസ്ബീഹ്. തഹ്മീദ്, തഹ്ലീൽ, തസ്ബീഹ് ഇവയുടെ പുണ്യം. തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അതുപോലെ അള്ളാഹുവിനെ സ്തുതിക്കുക, അതുപോലുള്ള വചനങ്ങൾ. തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന വാക്യം. തസ്ബീഹ് സുബ്ഹാനല്ലാഹ്, അതുപോലുള്ള വചനങ്ങൾ. ഫി സ്വഹീഹൈനി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു. സ്വഹീഹൈനി അതായത് 2 സ്വഹീഹ്, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഈ 2 ഹദീസ് കിതാബുകളിലും അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനമായിട്ട് വന്നിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല, ആരൊരുത്തൻ പറഞ്ഞുവോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ, ഫി യൗമിൻ ഒരു ദിവസം, മിഅത മറ 100 തവണ, കാനത് ലഹു അദ്ല അശ്രി റിഖാബിൻ, അവന് 10 അടിമയെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലമുണ്ട്. വകുതിബത് ലഹു, അവന് രേഖപ്പെടുത്തപ്പെടുന്നതാണ് മിഅതു ഹസനത്തിൻ 100 ഹസനത്ത്, 100 നന്മ. അപ്പോൾ മുഹിയത് അൻഹു, അവന് മായ്ക്കപ്പെടുന്നതാണ്, ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ് മിഅതു സയ്യത്തിൻ 100 തിന്മ. വകാനത് ലഹു, അവനുണ്ടായിരിക്കുന്നതാണ് ഹിർസം മിനശ് ശൈത്താനി യൗമുഹു, ആ ദിവസം അവന് ഷൈത്താനിൽ നിന്ന്, പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ദാലിക, അത് ആ ദിവസം. ഹത്താ യുംസിയ, ആ പകൽ, ഹത്താ യുംസിയ, അവൻ വൈകുന്നേരം ആകുന്നത് വരെ. വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, അതിനേക്കാൾ ശ്രേഷ്ഠമായി ആരും കൊണ്ടുവന്നിട്ടില്ല. ഇല്ലാ റജുലുൻ അമില അക്സറ മിൻഹു, അവനേക്കാൾ കൂടുതൽ ധാരാളമായിട്ട് പ്രവർത്തിച്ചവൻ, ചെയ്തവൻ ഒഴികെ, ഇതിനേക്കാൾ കൂടുതൽ ചെയ്തവൻ ഒഴികെ. അപ്പൊ ഇതിനേക്കാൾ കൂടുതലും ചൊല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഹദീസിൽ നിന്ന്. ഇതാണ് ഇതിൽ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ള ഹദീസ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവൻ ഒരു പങ്കുകാരനുമില്ല, ലഹുൽ മുൽക്കു, അവനാണ് സർവാധിപത്യം, വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ ഈ ദിക്റുകളെ കുറിച്ച്, അതിന്റെ ഫളായില്, അതിന്റെ ശ്രേഷ്ഠത, പോരിശയൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം, അതിന്റെ ആശയം അറിഞ്ഞും ഉൾക്കൊണ്ടും അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ്, ജീവിതം അതനുസരിച്ച് ചിട്ടപ്പെടുത്തുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പുണ്യം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ തന്നെ ഇപ്പോ സർവാധിപത്യം അല്ലാഹുവിനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി പിന്നെ മറ്റൊരാളെ അടിമയാക്കുമോ? അപ്പൊ ഞാനാണ് യജമാനൻ എന്ന തോന്നൽ അയാൾക്ക് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതൊക്കെ ഇതിന് മനസ്സിലാക്കണം. 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്തരം ആശയങ്ങൾ കൂടി ഇതിൽ മനസ്സിലാക്കാനുണ്ട്. വഖാല, പറഞ്ഞു, അതായത് വിശ്വാസം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെടുത്തൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞു, ഫി യൗമിൻ ഒരു ദിവസം, മിഅത മറ 100 തവണ, ഹുത്തത അൻഹു ഖതായാഹു, അവന്റെ പാപങ്ങൾ, തെറ്റുകൾ അവന് മായ്ക്കപ്പെടും. വഇൻകാനത് മിസ്ല സബദിൽ ബഹരി, അത് സമുദ്രത്തിലെ നുരയോളം ഉണ്ടെങ്കിലും എന്ന്, അല്ലെങ്കിൽ നുരയെ പോലെ ഉണ്ടെങ്കിലും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അല്ലാഹു പരിശുദ്ധനാണ്, വബിഹംദിഹി, അവനാണ് സർവസ്തുതി. അല്ലാഹുവെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് അതിന്റെ അർത്ഥമാകാം. വഫീഹിമാ അയ്ളൻ, ഇനി സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും അത് രണ്ടിലും വന്നിട്ടുണ്ട് ഇതും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. കലിമത്താനി, 2 വചനങ്ങൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, ലിസാൻ നാവിന്മേൽ അത് ലഘുവാണ്, നാവിന് ലഘുവാണ്, പറയാൻ എളുപ്പമുണ്ട്. സഖീലത്താനി ഫിൽ മീസാൻ,
മീസാൻ പരലോകത്ത് മീസാൻ എന്ന തുലാസിൽ അത് ഭാരമുള്ളതാണ്. അങ്ങനെ ഭാരമുള്ള രണ്ടെണ്ണം. ഹബീബത്താനി റഹ്മാൻ റഹ്മാൻ പരമകാരുണികൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയങ്കരമായ രണ്ടെണ്ണമാണ്. അതേതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. സുബ്ഹാനല്ലാഹ് അല്ലാഹു പരിശുദ്ധനാണ്, വബിഹംദിഹി അവനാണ് സർവസ്തുതിയും. സുബ്ഹാനല്ലാഹിൽ അളീം മഹാനായ അല്ലാഹുവാണ്, അല്ലാഹു പരിശുദ്ധനാണ് എന്ന്. وقال أبو هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഞാൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അഹബ്ബ ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസു, സൂര്യൻ ഉദിച്ചുയരുന്ന ഈ ലോകത്തെ എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് പ്രിയങ്കരമാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അല്ലാഹു പരിശുദ്ധനാണ്, വൽഹംദുലില്ലാഹ് അല്ലാഹുവിനാണ് സർവസ്തുതിയും, വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, ഒരു ഇലാഹുമില്ല, വല്ലാഹു അക്ബർ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന്. وقال سمرة بن جندب رضي الله عنه قال رسول الله صلى الله عليه وسلم മറ്റൊരു ഹദീസിൽ മറ്റൊരു നബി വചനം, അഹബ്ബുൽ കലാമി ഇലല്ലാഹി തആല അർബഅ, അല്ലാഹു തആലയിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ വചനങ്ങൾ സംസാരം 4 എണ്ണമാണ്. ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത, നീ അതിൽ ഏതുകൊണ്ട് തുടങ്ങി എന്നത് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ടും തുടങ്ങാം. ഏതൊക്കെയാണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതിലിപ്പോ അൽഹംദുലില്ലാഹ് ആദ്യം തുടങ്ങിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം തുടങ്ങി പറഞ്ഞാലും അല്ലാഹു അക്ബർ ആദ്യം തുടങ്ങി പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, പ്രശ്നമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം തുടങ്ങി പറഞ്ഞാലും അർത്ഥം സുബ്ഹാനല്ലാഹ് അല്ലാഹു പരിശുദ്ധനാണ്, അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, അല്ലാഹു അക്ബർ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന്. അടുത്ത ഹദീസ് വഖറജ അയ്ളൻ, ഇനി അതേപോലെ ഖറജ എന്നായിരിക്കും, ഖറജ എന്ന് തെറ്റിപ്പോയത്. അതുപോലെ ഇങ്ങനെ ഈ ഹദീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാൽ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അയഅജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസനത്തിൻ, നിങ്ങൾക്ക് 1000 നന്മ സമ്പാദിക്കാൻ കഴിയില്ലേ ഒരു ദിവസം? 1000 നന്മ എല്ലാ ദിവസവും. എന്നിട്ട് നബി തന്നെ മറുപടി പറഞ്ഞു, യുസബ്ബിഹു മിഅത തസ്ബീഹത്തിൻ ഫതുക്തബു ലഹു അൽഫു ഹസനത്തിൻ, ഒരാള് 100 തസ്ബീഹ് ചൊല്ല ദിവസം എങ്കിൽ അത് 1000 നന്മയായി എഴുതപ്പെടും. 10ന് 100 ആണല്ലോ, 1ന് 10 ആണല്ലോ. ഔ തുഹിത്തു അൻഹു അൽഫു ഖതിയത്തിൻ, അല്ലെങ്കിൽ അവന് 1000 തെറ്റുകൾ മായ്ക്കപ്പെടും. സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ ചൊല്ലുന്ന അതിന്റെ പുണ്യം. വഫീഹി അയ്ളൻ, അതിൽ തന്നെ വീണ്ടുമുണ്ട് എന്ത്? അൻ ജുവൈരിയത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിൻ ഇൻദിഹാ ബുക്റതൻ ഹീന സല്ല സുബ്ഹ വഹിയ ഫീ മസ്ജിദിഹാ. ജുവൈരിയ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള നിവേദനമാണ്. ഉമ്മുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ മാതാവ് റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിൻ ഇൻദിഹാ, അവരുടെ അടുത്ത് നിന്ന് പുറപ്പെട്ടു, ബുക്റതൻ രാവിലെ, ഹീന സല്ല സുബ്ഹ അവിടുന്ന് സുബ്ഹ് നമസ്കരിക്കുമ്പോൾ, വഹിയ ഫീ മസ്ജിദിഹാ അവരാകട്ടെ അവരുടെ മസ്ജിദിലായിരുന്നു, അവരുടെ നിസ്കാര സ്ഥാനത്ത്. അങ്ങനെ ദുഹാ നമസ്കരിച്ച ശേഷം അല്ലെങ്കിൽ ദുഹാ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മടങ്ങി വന്നു. വഹിയ ജാലിസത്തുൻ അവരവിടെ തന്നെ ഇരിക്കുകയാണ്. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സിൽതി അലൽ ഹാലില്ലതി ഫാറഖ്തുകി അലൈഹാ, ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞ, അതായത് സുബഹിസ്കരിക്കാൻ വേണ്ടി പോയല്ലോ ആ സമയത്തുള്ള അതേ അവസ്ഥയിൽ തന്നെയാണല്ലോ നീ തുടർന്നുകൊണ്ടിരുന്നത് അല്ലേ? ഖാലത് നഅം, അപ്പോൾ അവർ പറഞ്ഞു അതെ, അവിടെ തന്നെ മുസല്ലി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദകി അർബഅ കലിമാത്ത്, ഞാൻ നിന്റെ അടുത്ത് നിന്ന് പോയ ശേഷം 4 വചനങ്ങൾ പറഞ്ഞു. സലാസ മറാത്ത് 3 തവണ. ലൗ സിലത് ബിമാ ഖുൽതി മുൻദുൽ യൗമ, ഇന്ന്
നീ ചൊല്ലിയ ദിക്റുകൾ ഉണ്ടല്ലോ, അത് തൂക്കിയാൽ, അത് തൂക്കപ്പെട്ടാൽ, നീ ചൊല്ലിയതിനോട് ഞാൻ ചൊല്ലിയത് തൂക്കപ്പെട്ടാൽ, ആ രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ ലവസനത്തുഹുന്ന, ഞാനാ ചൊല്ലിയ 4 വചനങ്ങൾ കൂടുതൽ തൂക്കം തൂങ്ങുമായിരുന്നു. ഏതാണ് ആ വചനങ്ങൾ? സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി, സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി, സുബ്ഹാനല്ലാഹി സിനത അർശിഹി, സുബ്ഹാനല്ലാഹി മിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി, അല്ലാഹു പരിശുദ്ധനാണ്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അദദ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളുടെ എണ്ണം കണക്കിന്. റിളാ നഫ്സിഹി എന്ന് പറഞ്ഞാലോ അവന്റെ നഫ്സിന്റെ റിളാ, തൃപ്തിക്ക് അനുസരിച്ച്. സിനത അർശിഹി എന്ന് പറയുമ്പോൾ അവന്റെ അർശിന്റെ തൂക്കത്തിനനുസരിച്ച്. മിദാദ് കലിമാതിഹി എന്ന് പറഞ്ഞാൽ അവന്റെ വചനങ്ങളുടെ മഷി, വചനങ്ങൾ എഴുതുന്നതിനുള്ള മഷിയുടെ കണക്കിന്. ഇത്രയും സുബ്ഹാനല്ലാഹ് എന്നർത്ഥം. അപ്പൊ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ എണ്ണി കുറെ എണ്ണി ഇതിനേക്കാളേറെ ഇതൊക്കെ ദിക്റുൽ അദ്കാറുൽ മുദാഅഫ് എന്നാണ്, ഇരട്ടപ്പ് ദിക്റുകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ദിക്റുകൾ. ഇത് തന്നെ മറ്റൊരു രൂപത്തിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇതിൽ ഇങ്ങനെയാണ് സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി, സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി, സുബ്ഹാനല്ലാഹി സിനത അർശിഹി, സുബ്ഹാനല്ലാഹി മിദാദ കലിമാതിഹി. മറ്റൊരു ഹദീസ് വഅൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അൻ അബീഹ. അവിടെ സഅദ് ഇബ്നു അബി വഖാസ് 2 പ്രാവശ്യം ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്. അൻ അബീഹ എന്നുള്ളത് അവിടെ അധികം വന്നതായിരിക്കും. ഇവിടെ ഉദ്ധരിക്കുന്നത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക. അന്നഹു ദഖല മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ഇംറഅത്തിൻ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പ്രവേശിച്ചു. വ ബൈന യദിഹാ നവൻ ഔ ഖാല ഹസൻ. അവരടുത്ത് എന്തോ കുരു ഉണ്ട്, അല്ലെങ്കിൽ ചരൽക്കല്ലുണ്ട്. തുസബ്ബിഹു ബിഹി, അതുകൊണ്ട് അവർ തസ്ബീഹ് ചൊല്ലാണ്, എണ്ണം പിടിച്ചിട്ട്. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുകി ബിമാ ഹുവ ഐസറു അലൈകി മിൻ ഹാദാ, ഇതിനേക്കാൾ നിനക്ക് എളുപ്പമുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഔ അഫ്ളലു, അല്ലെങ്കിൽ ഇതിനേക്കാളും ശ്രേഷ്ഠകരമായ, ഇങ്ങനെ എണ്ണം പിടിച്ചതിനേക്കാളും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദിക്ർ പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ ഫിസ് സമാഇ വസുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ ഫിൽ അർളി വസുബ്ഹാനല്ലാഹി അദദ മാ ബൈന ദാലിക് വസുബ്ഹാനല്ലാഹി അദദ മാ ഹുവ ഖാലിഖ് വല്ലാഹു അക്ബർ മിസ്ൽ. അങ്ങനെ പറഞ്ഞിട്ട് അതെങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അദദ മാ ഖലഖ ഫിസ് സമാഇ, അല്ലാഹു ആകാശത്തെ സൃഷ്ടിച്ചത് എണ്ണത്തിന്റെ കണക്ക്. വസുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് അദദ മാ ഖലഖ ഫിൽ അർളി, അല്ലാഹു ഭൂമിയിൽ പടച്ചതിന്റെ എണ്ണത്തിന്റെ കണക്ക്. വസുബ്ഹാനല്ലാഹി അദദ മാ ബൈന ദാലിക്, അത് രണ്ടിന്റെയും ഇടയിലുള്ളതിന്റെ എണ്ണത്തിന്റെ കണക്ക്. വസുബ്ഹാനല്ലാഹി അദദ മാ ഹുവ ഖാലിഖ്, അല്ലാഹു എത്ര എണ്ണത്തിന്റെ സൃഷ്ടാവാണോ അത്രയും എണ്ണത്തിന്റെ കണക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് നബി പറഞ്ഞു വല്ലാഹു അക്ബർ മിസ്ല ദാലിക്, അല്ലാഹു അക്ബർ എന്നും അതേപോലെ, വൽഹംദുലില്ലാഹി മിസ്ല ദാലിക്, അൽഹംദുലില്ലാഹ് എന്നും അതേപോലെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതും അപ്രകാരം, മിസ്ല ദാലിക്. ഖറജഹു അബൂ ദാവൂദ്, അബൂ ദാവൂദ് തിർമിദിക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഖാല തിർമിദി റഹ്മത്തുള്ളാഹി പറഞ്ഞു ഹദീസുൻ ഹസൻ, ഹസനായ ഹദീസാണ് പറഞ്ഞു. ഈ ദിക്ർ അപ്പം ഇങ്ങനെ ചൊല്ലാം. സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ ഫിസ് സമാഇ വസുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ ഫിൽ അർളി വസുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ ബൈന ദാലിക്. അദദ മാ ബൈന ദാലിക് എന്ന് വന്നിട്ടുണ്ട്, രണ്ടാണെങ്കിലും ആശയം തന്നെ. വസുബ്ഹാനല്ലാഹി അദദ മാ ഹുവ ഖാലിഖ് والله أكبر عدد ما خلق في السماء والله أكبر عدد ما خلق في الأرض والله أكبر عدد ما خلق بين ذلك والله أكبر عدد ما هو خالق والحمد لله عدد ما خلق في السماء والحمد لله عدد ما خلق في الأرض والحمد لله عدد ما خلق بين ذلك والحمد لله عدد ما هو خالق ولا إله إلا الله عدد ما خلق في السماء ولا إله إلا الله عدد ما خلق في الأرض ولا إله إلا الله عدد ما خلق بين ذلك ولا إله إلا الله عدد ما هو خالق ولا حول ولا قوة إلا بالله عدد ما خلق في السماء ولا حول ولا قوة إلا بالله عدد ما خلق في الأرض ولا حول ولا قوة إلا بالله عدد ما خلق بين ذلك ولا حول ولا قوة إلا بالله عدد ما هو خالق. തുടർന്ന് മറ്റൊരു ഹദീസ് عن سعد بن أبي وقاص رضي الله عنه أن أعرابيا جاء إلى النبي صلى الله عليه وسلم فقال
സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള മറ്റൊരു റിപ്പോർട്ട്. ഒരു അറാബി, ഒരു ഗ്രാമീണ അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അപ്പോ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി കലിമാത്തിൻ അഖൂലുഹുന്ന, ഞാൻ ചൊല്ലേണ്ട ചില വചനങ്ങൾ പറഞ്ഞു തരൂ. ഖുൽ, അപ്പൊ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ ഇങ്ങനെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവനല്ലാതെ ഒരു പങ്കുകാരനുമില്ല, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ, ധാരാളം സ്തുതി അല്ലാഹുവിന് പറയാൻ, സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അല്ലാഹു പരിശുദ്ധൻ, വലാ ഹൗല വലാ ഖുവത, ഒരു തെറ്റലും ഒരു മാറ്റവും ഒരു ശക്തിയും ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, അൽ അസീസിൽ ഹകീം, പ്രതാപശാലിയും യുക്തിജ്ഞനുമായ. ഖാല, അപ്പൊ ആ അറാബി പറഞ്ഞു, ഫഹൗലായി റബ്ബി, ഇതൊക്കെ എന്റെ റബ്ബിനുള്ളതാണ്, അമാരി എനിക്കെന്താ ഉള്ളത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഖ്ദിനി വആഫിനി വർസുഖ്നി, അല്ലാഹുമ്മ, അല്ലാഹു, ഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ, വർഹംനി, എന്നോട് കരുണ ചെയ്യണേ, വഖ്ദിനി, എനിക്ക് സന്മാർഗം നൽകണേ, വആഫിനി, എനിക്ക് സൗഖ്യം നൽകണേ, വർസുഖ്നി, എനിക്ക് നീ വിഭവങ്ങൾ നൽകണേ, റിസ്ഖ് നൽകണേ, ഭക്ഷണം മറ്റൊക്കെ നൽകണേ. ഫലമ്മ വല്ല അൽ അറാബി, അങ്ങനെ അറാബി തിരിഞ്ഞു പോയപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് മലഅ യദൈഹി മിനൽ ഖൈർ, അവൻ നന്മ, അയാൾ രണ്ട് കൈയിലും നന്മ നിറച്ചിരിക്കുന്നു എന്ന്. മറ്റൊരു ഹദീസ്, വഅൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീതു ഇബ്രാഹിം ലൈലത്തൻ ഉസ്രിയ ബിഹി, ഇസ്രാഇന്റെ രാത്രിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ ഇസ്രാ മിഅ്റാജ് നടന്ന രാത്രി. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രി കൊണ്ടുപോയതാണല്ലോ. അവിടെ നിന്ന് അതേ രാത്രി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശവും കടന്നുപോയി. അതാണല്ലോ മിഅ്റാജ്. അപ്പൊ അന്ന് ഫഖാല, അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്രി ഉമ്മതക മിന്നി അസ്സലാം, താങ്കളുടെ ഉമ്മത്തിന് എന്റെ സലാം അറിയിക്കുക, വഅഖ്ബിർഹും, അവരോട് വിവരം അറിയിക്കുക, അന്നൽ ജന്നത ത്വയ്യിബത്തുൻ, സ്വർഗ്ഗം ഉത്തമമായതാണ്, ത്വയ്യിബത്തു തുർബത്തി, നല്ല മണ്ണാണ്, അവിടെ നല്ല തുർബത്താണ്, അദ്ബത്തുൽ മാഇ, അവിടെ നല്ല ശുദ്ധജലമാണ്, വഅന്നഹ ഖിയാനുൻ, അത് നല്ല പരന്ന സ്ഥലമാണ്, വഅന്ന ഖിറാസഹ, അവിടുത്തെ ചെടി എന്ന് പറഞ്ഞാൽ എന്താണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. فقال أبو موسى الأشعري رضي الله عنه قال, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, قال لي النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അല അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട നിധി ഞാൻ പറഞ്ഞു തരട്ടെയോ? കൻസ് അലി, നിധി. അപ്പൊ ഞാൻ ചോദിച്ചു, പറഞ്ഞു, ബല, അതെ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അതായത് സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണ്.